എന്തൊക്കെയുണ്ട് വർത്താനോ? ഞാനിതാ കുട്ടികളെ കുറച്ച് ഉന്നക്കായ ഉണ്ടാക്കാൻ പറഞ്ഞ് എൻ്റെ മരോള് അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ. ഇനി ഓളത് പൊരിക്കൂ. ഞാൻ പൊരിക്കണോളെ? നിങ്ങൾ പൊരിക്കൊന്നും വേണ്ട, ഞാൻ പൊരിച്ചോണ്ട്. എന്നാൽ ഈ എന്നെ പൊരിച്ചൂട്. ഞാനത് പൊരിച്ചിട്ട് നെയ്യ് ഏറിപ്പോയിന്ന് അറിയണ്ട. നെയ്യ് ഏറിപ്പോയി എന്ന് പറയുന്നത് കൊണ്ടല്ല, നിങ്ങളെ കൈ പൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് ആ വെളിച്ചെണ്ണ കളിച്ചിട്ട് എടുങ്ങാറാവണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാം. നിങ്ങളെ മക്കളാരെങ്കിലും വന്നാൽ പറയൂ അമ്മനെ കൊണ്ട് അതിനോ അടുക്കളയിലെ പണിയെടുപ്പിച്ച് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പൊരിച്ചോളാന്ന്. അതെന്താ മോളെ കൂട്ടാൻ വെക്കണത്? ഇത് ഇന്നലെ വെച്ചതാ, രാത്രി കറി ഇന്നലെ വെച്ചതാണ്. പൂരി ഉണ്ടാക്കിയാൽ നമുക്ക് കറിയും കൂട്ടി തിന്നാലോ, അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതേതായാലും നന്നായി മോളെ. ഞാൻ പൊരിച്ചോളെ, എനിക്ക് വേഗം എളുപ്പത്തിൽ പൊരിക്കാൻ കഴിയും. ഞാൻ പൊരിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ തീരൂല, വെളിച്ചെണ്ണ ചട്ടിയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയുണ്ടോ? നിങ്ങൾ പൊരിച്ചാൽ വെളിച്ചെണ്ണ തീരൂല, അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് പൊരിക്കുന്നത്? വെള്ളം കൊണ്ടോ? നിങ്ങൾ ഈ പഴയ കാലത്തെ വർത്താനൊന്നും ഇവിടെ പറയണ്ട കേട്ടമ്മ, അതൊന്നും നല്ലതല്ല. വെറുതെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അത് ഇവിടുന്ന് വിളമ്പണ്ടങ്ങൾ. അത് ഇവിടുന്ന് വിളമ്പണ്ടെന്നറിയാനിപ്പോൾ എന്താണ്? ഉള്ള കാര്യമല്ലേ പറയണത്. അങ്ങനെയാണ് പണ്ടൊക്കെ പറയല്. വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന സമയത്ത് വർത്താനം പറയാൻ പാടില്ല എന്നൊക്കെ. വെളിച്ചെണ്ണ വറ്റി പോകുന്നറിയും മക്കളെ. അതൊക്കെ വെറുതെ പറയണതാണ്, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ നിങ്ങളൊരു തോന്നലാ. നിങ്ങളങ്ങോട്ട് മാറിക്കി, ഞാൻ പൊരിക്കട്ടെ. ഞാൻ ചെറിയ കുട്ടിയപ്പോൾ വെളിച്ചെണ്ണ തീർച്ചയായിട്ടും. ഉന്നക്കായ എളുപ്പമാണ് ഉണ്ടാക്കാനില്ലേ? എല്ലാവർക്കും ഭയങ്കര മടിയായി ഉന്നക്കായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. എനിക്ക് അക്കാര്യത്തിൽ വേഗം എളുപ്പത്തിൽ ഇങ്ങോട്ട് ആക്കി വരും. നോക്കിയും കുട്ടികളെ, എൻ്റെ മരോള് ഉന്നക്കായ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഓർ ഉന്നക്കായ എന്ന് പറയുമ്പോഴത്തേക്ക് പായ അടുപ്പത്തേക്കലും പുയിങ്ങലും തേങ്ങയും കോഴിമുട്ടി അണ്ടിപ്പരിപ്പും മുന്തിരിയോ എന്തെല്ലാം ഇട്ടിട്ട് അതെല്ലാം കൂടി ഒരു മാരപ്പൂലാവി ആക്കി വെക്കും. അപ്പോഴത്തേക്ക് പായ കൊണ്ട് തോലൊളിച്ച് പിന്നെ അത് ഉടച്ച് അങ്ങോട്ട് പിടിയാക്കി അങ്ങോട്ട് ഇട്ട് എളുപ്പത്തിലാവും. നോക്ക് പറഞ്ഞ നേരം കൊണ്ട് ഓള് ഉന്നക്കായ ഉണ്ടാക്കി വെക്കും. ഭയങ്കര സൂചിപ്പിക്കാനാണല്ലോ. ധാര കേൾക്കാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ? ഭയങ്കര കഥ തന്നെ നിങ്ങളതല്ലേ. പടപ്പോടെ പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യൂന്യം പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികളെ തീർക്കേണ്ട. പാട്ടാടിയിട്ട അടുപ്പത്തുള്ളത് കരിയിക്കണ്ട. എനിക്ക് തൊള്ളയിൽ 24 മണിക്കൂറും പാട്ടാണ്. അടുപ്പത്ത് എന്തെങ്കിലും പൊരിക്കുകയാണെങ്കിലൊന്നും പാട്ട് ആടരുത്, മനസ്സിലായോ? അന്നേരം എന്തെങ്കിലും ദിക്കറൊക്കെ ചെല്ലിയാൽ മതി. എന്നാൽ മുഖത്തേ കണ്ടം പൊട്ടി തെറിക്കൂല്ല. നിങ്ങൾ അപ്പുറം പോയി ഇരുന്നോളിമ്മ, ഞാൻ ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാം, അതാ നല്ലത്. ഞാനും നിങ്ങളും കൂടി അടുക്കളാവുമ്പോൾ ശരിയാവില്ല തീരെ. എനിക്ക് കുറച്ച് പാട്ടൊക്കെ പാടേണ്ടി വരൂ. സ്റ്റേജിന്മേൽ കയറി പാടണമാതിരി അങ്ങോട്ട് പാടുകൂട്, ഞാൻ പോവുക. ആയിട്ട് വിളിച്ചൂട്. നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ ദുനിയാവോർക്കണം, കർമ്മമേറെ ചെയ്തിടാൻ കൽബിൽ മുസല്ല വിരിക്കണം. കബറിലെത്തും മുമ്പു ഈമാൻ കഥകുമല്ല തുറക്കണം, കലിമ ചൊല്ലിയിരിക്കണം. ഈ യാത്ര സഫലമാക്കണം, ഈ യാത്ര സഫലമാക്കണം. നന്മയാൽ കഴിയേണ്ട വീടാ നല്ലോ ദുനിയാവോർ, നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ ദുനിയാവോർക്കണം, കർമ്മമേറെ ചെയ്തിടാൻ കൽബിൽ മുസല്ല വിരിക്കണം. കബറിലെത്തും മുമ്പു ഈമാൻ കഥകുമല്ലേ തുറക്കണം, കലിമ ചൊല്ലിയിരിക്കണം. ഈ യാത്ര സഫലമാക്കണം, യാത്ര സഫലമാക്കണം. നന്മയാൽ കഴിയേണ്ട വീടാ
നല്ലതു നീയാ ഓർക്കണം. കർമ്മമേറെ ചെയ്തിട കൽവിൽ മുസല്ല വിരിക്കണം. കഥകുമല്ലെ തുറക്കും നേരം കലിമ ചൊല്ലിയിരിക്കണം. വേഗം നോക്ക് മോളെ. ഓള് പാട്ടും പാടി അങ്ങനെ എന്തൊക്കെയോ പൊരിക്കുകയാണ്. ആ വെളിച്ചെണ്ണ മുഴുവൻ മാറ്റിയിട്ടുണ്ടാവും. ഈ വെളിച്ചെണ്ണയിൽ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ ഭർത്താവിന് തന്നെ പറയാൻ പാടില്ല. ആ പമ്പം നോക്ക് എന്താ തീരെ അറിയാത്ത മാതിരി. ഇതൊക്കെ പഠിച്ചിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്? ഏത് പഠിച്ചിട്ട്? വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഉമ്മ വിട്ടതെന്നാണോ ചോദിക്കുന്നത് നിങ്ങൾ? ആ ക്ലാസ് മാത്രം എടുത്തിട്ടില്ല. വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ള ക്ലാസ് എൻ്റെ ഉമ്മ എടുത്തിട്ടില്ല. ബാക്കിയൊരു വിധം ക്ലാസ്സൊക്കെ എടുത്തിക്കണ്. എന്നാൽ അമ്മായിമ്മ പറയുമ്പോൾ ഉത്തരങ്ങൾ മറുപടി കൊടുക്കണം. സ്നേഹത്തോടാണെങ്കിൽ സ്നേഹത്തോടെ മറുപടി കൊടുക്കുക. പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ് അമ്മായിമ്മ മറുപടി പറയണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ച് മറുപടി പറയുക. അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കിട്ടിക്കിന്. വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന സമയത്ത് പാട്ട് പാടാൻ പാടില്ല എന്നുള്ള ക്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളവിടെ പോയി ഇരുന്നോളിയും എന്തെങ്കിലും പറഞ്ഞ് സമയം പോക്കുന്നത്. മക്കളെ, നമ്മളെ ചാനൽ നിങ്ങളെല്ലാവരും കാണണം. പുതിയ ചാനൽ തുടങ്ങിയതാണ് കുട്ടികളെ. നിങ്ങളെല്ലാവരും കാണണം. ലൈക്കൊക്കെ തരണം കേട്ടോ കുട്ടികളെ. മറന്നു വലിയ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ സബ് ചെയ്യുക മറക്കാതെ കേട്ടോ കുട്ടികളെ. അസ്സലാമു അലൈക്കും.